പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 14 മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് പഠിക്കുന്നത്. 5 പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. തുടർന്ന് 6ാമത്തെ പോയിന്റ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. വ്യക്തി താല്പര്യം പൊതു താല്പര്യത്തിന് വിധേയമാകുക എന്നാണ്. ദ ബിസിനസ് എന്റർപ്രൈസ് ഈസ് സുപ്പീരിയർ ടു ഇൻഡിവിജ്വൽസ്. വ്യക്തികൾക്ക് അതീതമാണ് ബിസിനസ് സ്ഥാപനം. ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ് മസ്റ്റ് പ്രിവൈൽ ഓവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ താല്പര്യത്തെക്കാൾ മുൻഗണനയുണ്ട് ബിസിനസിന്റെ താല്പര്യത്തിന് എന്നാണ് ഈ തത്വം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും തൊഴിലാളികൾക്കും വ്യത്യസ്തമായ സ്റ്റാഫിനും ഒക്കെ ഒരുപാട് എയിംസ് ഗോൾസ് ഉണ്ടാവും സ്ഥാപനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ. പക്ഷെ ആ താല്പര്യങ്ങൾ ഒരു പരിധി വരെ മാറ്റിവെച്ചിട്ടായിരിക്കണം സ്ഥാപനത്തിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കേണ്ടത്. വ്യക്തികളുടെ താല്പര്യത്തെക്കാൾ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിനും താല്പര്യത്തിനുമാണ് മാനേജ്മെന്റ് മുൻഗണന നൽകേണ്ടത് എന്നാണ് ഈ തത്വം പറയുന്നത്. അടുത്ത 7ാമത്തെ പ്രിൻസിപ്പിൾ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന തൊഴിലാളികളുടെ വേതനം. ദ റെമ്യൂണറേഷൻ ഓഫ് ഫോർ വർക്ക് ഡൺ മസ്റ്റ് ബി ഫെയർ ആൻഡ് റീസണബിൾ. ജോലി ചെയ്യുന്നതിന് കൊടുക്കുന്ന കൂലി എന്ന് പറയുന്നത് ന്യായമായിരിക്കണം. ന്യായമായ കൂലി കൊടുക്കണം. ഇറ്റ് മസ്റ്റ് ഇൻസ്പയർ. അത് തൊഴിലാളികളെ പ്രചോദിപ്പിക്കണം. ഇറ്റ് മസ്റ്റ് ഇൻസ്പയർ ദി എംപ്ലോയീസ് ടു വർക്ക് ഹാർഡ്. ജോലി കൂടുതൽ ചെയ്യാൻ, കഠിനമായി സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കാൻ തൊഴിലാളികളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള കൂലിയായിരിക്കണം കൊടുക്കേണ്ടത്. സോ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഏൺസ് മോർ പ്രോഫിറ്റ്. തൊഴിലാളികൾ കൂടുതൽ ജോലി ചെയ്താൽ സ്ഥാപനത്തിന് കൂടുതൽ ലാഭം ഉണ്ടാവും. അപ്പോ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് ഹെൻറി ഫയോൾ പറയുന്നത് തൊഴിലാളിക്ക് ന്യായമായ കൂലി, തൊഴിലാളികളെ കൂടുതൽ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കൂലി തൊഴിലാളികൾക്ക് നൽകണം. അതാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. 8ാമത്തെ പോയിന്റ് 14 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 8ാമത്തെ പ്രിൻസിപ്പിൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇത് നിങ്ങൾ എക്കണോമിക്സിലും മറ്റു വിഷയങ്ങളൊക്കെ സെൻട്രലൈസേഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. സെൻട്രലൈസേഷൻ മീൻസ് കേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകരണം. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. But centralization refers to the concentration of authority to the top management. Centralization എന്ന് പറഞ്ഞാൽ അതോറിറ്റി, അധികാരം ഉന്നതതല മാനേജ്മെന്റിൽ കേന്ദ്രീകരിക്കുന്ന അവസ്ഥക്കാണ് സെൻട്രലൈസേഷൻ. അധികാരമെല്ലാം ഉന്നതതല മാനേജ്മെന്റിൽ കേന്ദ്രീകരിക്കുന്നതിനാണ് കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ, ഈ വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ മീൻസ് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ലോവർ ലെവൽസ്. പിന്നെ താഴെ തട്ടിലുള്ള മാനേജേഴ്സിന് അധികാരം വീതിച്ചു കൊടുക്കുന്നതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാരമെല്ലാം ടോപ്പ് മാനേജ്മെന്റിന്റെ കീഴിൽ നിലനിൽക്കുന്ന അവസ്ഥ. ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ അധികാരം താഴെ ലെവലിലുള്ള ലോവർ ലെവൽ മാനേജേഴ്സിന് വീതിച്ചു കൊടുത്ത അവസ്ഥ. അറ്റ്മോസ്റ്റ് സെൻട്രലൈസേഷൻ ഓർ ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് ഗുഡ്. പിന്നെ അറ്റ്മോസ്റ്റ് സെൻട്രലൈസേഷൻ എന്നാൽ കേന്ദ്രീകരണം, വളരെയധികം കേന്ദ്രീകരണവും അല്ലെങ്കിൽ വളരെയധികം വികേന്ദ്രീകരണവും ഒരു സ്ഥാപനത്തിന് നല്ലതല്ല. ഇറ്റ്സ് നോട്ട് ഗുഡ്. ബട്ട് ദർ മസ്റ്റ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ദം. അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് വേണ്ടത്. അപ്പോ അറ്റ്മോസ്റ്റ് സെൻട്രലൈസേഷൻ, ഒന്നാകെയുള്ള കേന്ദ്രീകരണം, അങ്ങേയറ്റമുള്ള കേന്ദ്രീകരണം അല്ലെങ്കിൽ അങ്ങേയറ്റമുള്ള വികേന്ദ്രീകരണം, അധികാരമെല്ലാം ഈ ടോപ്പ് ലെവൽ മാനേജറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അധികാരമെല്ലാം കീഴ്ത്തല മാനേജ്മെന്റിന് വീതിച്ചു നൽകിയ അവസ്ഥ. ഇത് രണ്ടും ഒരു സ്ഥാപനത്തിന് നന്നല്ല.
ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ബാലൻസ് ചെയ്തൊരവസ്ഥയായിരിക്കണം ഉണ്ടായിരുന്നു. കുറച്ച് സെൻട്രലൈസേഷനും കുറച്ച് ഡീസെൻട്രലൈസേഷനും ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഹെൻറി ഫയോൾ ഈ പ്രിൻസിപ്പിളിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത 9ാമത്തെ പ്രിൻസിപ്പിൾ സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ എന്നുള്ള പ്രിൻസിപ്പിൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കരുത്. എന്താണ് സ്കാലാർ ചെയിൻ? ഇത് it refers to the line of authority or the chain of superiors starting from the highest and moving towards the lowest rank. ഈ സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ ശ്രേണിയാണ്. ടോപ്പ് ലെവൽ മാനേജേഴ്സിന്റെ ഇത് ടോപ്പ് ലെവൽ മാനേജർ. ഈ ടോപ്പ് ലെവൽ മാനേജർ മുതൽ ലോവസ്റ്റ് ലെവൽ ലോവർ ലെവൽ മാനേജേഴ്സ് വരെയുള്ള ഈ അധികാരത്തിന്റെ ഈ ശ്രേണിയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജേഴ്സ് മുതൽ ലോവർ ലെവൽസ് മാനേജേഴ്സ് വരെയുള്ള അധികാരത്തിന്റെ ശ്രേണിയെ ലൈൻ ഓഫ് അതോറിറ്റിയെയാണ് നമ്മൾ, അല്ലെങ്കിൽ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സിനെയാണ്, ഇതിന്റെ മുകളിലുള്ള സുപ്പീരിയേഴ്സ്, ഈ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സിനെയാണ് നമ്മൾ സ്കാലാർ ചെയിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഷുഡ് പാസ് ത്രൂ ദിസ് ചെയിൻ ഓഫ് കമാൻഡ്. ഈ ചെയിൻ ഓഫ് കമാൻഡിലൂടെ മാത്രമേ ആശയവിനിമയം നടക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഏറ്റവും മുകളിലുള്ള എ എന്ന സുപ്പീരിയർ ഓഫീസർ, സിഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, എഫ് എന്ന കീഴ്ത്തല ലോവർ ലെവൽ മാനേജർക്ക് ഒരു നിർദ്ദേശം നൽകണം. അങ്ങനെ നിർദ്ദേശം നൽകണമെങ്കിൽ എയിൽ നിന്നും ബി, സി, ഡി, ഇ ഈ മാനേജേഴ്സിന്റെ ഇടയിലൂടെ മാത്രമേ എഫിന് നിർദ്ദേശം കൊടുക്കാൻ പാടുള്ളൂ. എയിൽ നിന്നും എഫിലേക്ക് നേരിട്ട് ഓർഡർ, റൂള്, കമാൻഡ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ എഫ് എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ അത് തൊട്ട് മുകളിലുള്ള ഇ എന്ന മാനേജർക്കാണ്, ഇ എന്ന സുപ്പീരിയർ മാനേജർക്കാണ് നൽകേണ്ടത്. ഈ ഡിക്കും ഡി സിക്കും സി ബിക്കും ബി എക്കും മാത്രമേ നൽകാൻ പാടുള്ളൂ. ഈ രീതിയിൽ താഴോട്ടും ഈ ശ്രേണിയിലൂടെ തന്നെ മുകളിലോട്ടുമേ കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ എന്നാണ് ഹെൻറി ഫയോൾ നമ്മോട് സ്കാലാർ ചെയിൻ എന്ന മാനേജ്മെന്റ് തത്വത്തിലൂടെ അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം ഇതിൽ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഗ്യാങ് പ്ലാൻ എന്നൊരു അവസ്ഥ. സ്കാലാർ ചെയിൻ ആൻഡ് ഗ്യാങ് പ്ലാൻ, ഇതിലൊരു ഗ്യാങ് പ്ലാൻ വേണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനാണ് ഗ്യാങ് പ്ലാൻ വേണം എന്ന് പറയാൻ കാരണം, ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ ഇവിടെ ഈ അധികാരത്തിന്റെ ശ്രേണിയിൽ ഡി എന്ന മാനേജർക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലുള്ള അതേ തരത്തിലുള്ള ഡിയുടെ അതേ അധികാരങ്ങളുള്ള ജി എന്ന മാനേജറോട് സംസാരിക്കണം. സാധാരണ രീതിയിൽ സ്കാലാർ ചെയിൻ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഡി സിക്ക് കൈമാറണം, സി ബിക്ക് ബി എക്ക് കൈമാറി, എ ഇക്ക് ഇ എഫിന് എഫ് ജിക്ക് കൈമാറുന്ന അവസ്ഥയാണ്. അപ്പോ ജിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമ്മ്യൂണിക്കേഷൻ നടത്താനുണ്ടെങ്കിൽ സ്കാലാർ ചെയിൻ പ്രകാരം ഈ ശ്രേണിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഡിലേ ഉണ്ടാവും. ഈ ഡിലേ ഒഴിവാക്കാൻ ഇവർക്കിടയിൽ ഒരു ഗ്യാങ് പ്ലാൻ ഇവർക്കിടയിൽ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു അവസ്ഥ, അതിനാണ് ഗ്യാങ് പ്ലാൻ. ഇവർക്കിടയിൽ ഒരു ഗ്യാങ് പ്ലാൻ വേണം. അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് എന്നുള്ള അർത്ഥമാണ് ഗ്യാങ് പ്ലാൻ. അങ്ങനെ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വേണം എന്നാണ് ഹെൻറി ഫയോൾ ഗ്യാങ് പ്ലാൻ എന്ന അദ്ദേഹത്തിന്റെ ഈ തത്വത്തിലൂടെ പറയുന്നത്. അപ്പൊ സ്കാലാർ ചെയിൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള ഒരേ തരത്തിലുള്ള മാനേജേഴ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഗ്യാങ് പ്ലാൻ, ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം ഈ തത്വത്തിലൂടെ നിർദ്ദേശിക്കുന്നു.